പിണറായി വിജയന്റെ മാത്രം ബാധ്യതയല്ല എന്ന് പറയുമ്പോൾ അധികാരത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ധാർഷ്ട്യം ഉണ്ടാകാം. അങ്ങനെയാണല്ലോ ഇപ്പൊ പൊതുവെ പറയുന്നത്. പക്ഷേ അണികൾക്കോ നേതാക്കൾക്കോ അതല്ല, ഈ നേതാവിനെ തിരുത്താൻ കഴിയണം. പിണറായി വിജയന്റെ മുകളിലും പോളിറ്റ് ബ്യൂറോ ഉണ്ട്, അദ്ദേഹം കൂടി അംഗമായ പോളിറ്റ് ബ്യൂറോ ഉണ്ട്, സെൻട്രൽ കമ്മിറ്റി ഉണ്ട്, സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് ഉണ്ട്, സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, താഴെ ഘടകങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇവര് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം കേന്ദ്രീകൃത ജനാധിപത്യം. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ ജനാധിപത്യമൊക്കെ ആവാം, അവസാന തീരുമാനം ഞങ്ങൾ എടുക്കും എന്ന് പറയുന്ന, അത് ഒരു ഘടകവും പരിഗണിക്കില്ല. നിങ്ങളുടെ വിമർശനം പരിഗണിക്കുകയോ പരിഗണിക്കില്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പോലുമില്ല. അങ്ങനെയാണല്ലോ ഇപ്പോൾ മന്ത്രിമാരെ നിശ്ചയിക്കാനും മുഖ്യമന്ത്രി നിശ്ചയിക്കാനും ഇപ്പോൾ. പക്ഷെ അവിടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ആ തീരുമാനം ജനങ്ങൾക്ക് സ്വീകാര്യമാവണം, അണികൾക്ക് സ്വീകാര്യമാവണം തീരുമാനമായിരിക്കും എടുക്കണേ, അല്ലെങ്കിൽ റിവോൾട്ട് ഉണ്ടാവും. ആ റിവോൾട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സമഗ്രാധിപത്യ വ്യവസ്ഥയിൽ മുഴുവൻ കണ്ടത്. ജനങ്ങൾ റിവോൾട്ട് ചെയ്തു. പോളണ്ട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾ റിവോൾട്ട് ചെയ്തു. പാർട്ടി അണികൾ പോലും റിവോൾട്ട് ചെയ്തു. നിങ്ങളുടെ നേതൃത്വം വേണ്ടാന്ന് പറഞ്ഞു. അവസാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്നതിലേക്ക്, ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിലേക്ക് പോയി. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ എല്ലാം സംഭവിക്കാം. എന്താ കാര്യം? ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ OTL മാത്രമല്ല, 24 മണിക്കൂറും ജനാധിപത്യമുണ്ട്. അത് വീട്ടിലുണ്ട്, റോട്ടിലുണ്ട്, വോട്ടിലുണ്ട്, നമ്മുടെ ചർച്ചകളിലുണ്ട്, സംവാദങ്ങളിലൊക്കെ ജനാധിപത്യം ഉണ്ടാകും. പക്ഷെ അതൊരിക്കലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അവരിപ്പോഴും തൊഴിലാളി വർഗ സർവാധിപത്യത്തിലേക്ക് പോകുന്ന പാർട്ടി എന്ന അർത്ഥത്തിൽ പാർട്ടി ഘടനയെ നിലനിർത്തി. സാധാരണ കമ്മ്യൂണിസ്റ്റായിട്ട് പറയുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഒരു പ്രയോഗമുണ്ട്. മാർക്സിസ്റ്റ് ഒരു ഐഡിയോളജിയും ലെനിനിസ്റ്റ് ഒരു സംഘടനാ രീതിയുമാണ്. ആശയം മാർക്സിസ്റ്റാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ആശയം മാർക്സിസ്റ്റ് അല്ലാണ്ടായിട്ട് കുറെ കാലമായി. ആശയം മാർക്സിസമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അത് ലെനിനിസ്റ്റായി പ്രവർത്തിക്കുക. മാർക്സിസ്റ്റ് അല്ലാത്തൊരു പാർട്ടി ലെനിനിസ്റ്റ് ആയാൽ, ലെനിൻ സംഘടന രീതി ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്രീകൃത ജനാധിപത്യം, ലെനിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലെനിൻ ഏത് സമയത്താണ് അത് പറഞ്ഞ്? ലെനിൻ മരിച്ചിട്ട് 100 വർഷം കഴിഞ്ഞു. മാർക്സ് മരിച്ചിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞു. ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ലെനിനിസ്റ്റ് സംഘടനാ രീതിയിൽ നിന്ന് പ്രസംഗിക്കുന്ന നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിരിച്ച് ചത്തുവോ? കാരണം മാർക്സിസ്റ്റ് അല്ലാത്തൊരു കക്ഷി ലെനിനിസ്റ്റ് ആയാൽ സംഭവിക്കുന്നത് ഫാസിസ്റ്റാണ്. ഫാസിസ്റ്റ് അതായത് എതിര് അഭിപ്രായം കേൾക്കേണ്ട കാര്യമേ ഇല്ല.